എന്നെ നയിച്ചിട്ടും അറിയാതെ തെറ്റുകൾ ചെയ്തു പോയി ഞാൻ. ഓരോ തുടിപ്പും ഓരോ ശ്വാസവും ഓരോ തുടിപ്പും ഓരോ ശ്വാസവും സർവേശ്വരായി നിനക്കു മാത്രം. അറിയാതെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ട സുന്ദരനാമം നിന്റെ നാമമല്ലയോ. ഓർമ്മ വച്ച നാമുകൾ ഒന്നുമൊന്നും അറിയാതെ ഉരുവിട്ട നാമം നിന്റെ നാമമല്ലയോ. അറിയാതെ ഞാൻ. ഒരിക്കലൊരു മിഷണറി അദ്ദേഹം കടൽ തീരത്ത് നിന്നുകൊണ്ട് മനോഹരമായ സൂര്യാസ്തമയം കാണുകയാണ്. ആ മനോഹരമായ കാഴ്ച കണ്ണുകൾക്ക് ഇമ്പം പകരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ആവേശം കൊണ്ട് തുള്ളിച്ചാടാനായിട്ട് തുടങ്ങി. എന്നിട്ട് താൻ തൊട്ടകലിൽ നിന്ന ഒരാളെ തന്റെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ആ കാഴ്ച കാണുന്നുണ്ടോ? അതെ. എന്താ കാണുന്നത്? അതേ മറുപടി, എന്താ കാണുന്നത്? ഒരു സ്വർണ്ണ നാണയം പോലെ എന്തോ ഒന്ന് താഴേക്ക് പോകുന്നു. അല്ല, എന്താ കാണുന്നത്? നീ സ്വർണ്ണ നാണയമാണോ കാണുന്നത്? അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, വാട്ട് ഡു യു സീ? നീ എന്താ കാണുന്നത്? അദ്ദേഹം പറഞ്ഞു, ഐ സീ ദ ഗ്ലോറി ഓഫ് ഗാഡ്. ഞാൻ ദൈവത്തിന്റെ മഹത്വമാണ് കാണുന്നത്. ആകാശമണ്ഡലത്തിലേക്ക് ഒരുവൻ തന്റെ കണ്ണുകളെ പായിച്ചാൽ അവർക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവം, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സർവത്തെയും സൃഷ്ടിച്ച വലിയവനായ ദൈവം, സകലത്തെയും ഉളവാക്കിയ ദൈവം, ഉളവാകട്ടെ എന്ന ഉച്ചാരണത്താൽ ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള സകല ചരാചരങ്ങളെയും ഉളവാക്കിയ വലിയവനായ ദൈവം, ആ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു തമിഴ് ഗാനം നമുക്ക് ഇനി ശ്രദ്ധിക്കാം. വാന ദിവാനകളെ എന്നുള്ള ഗാനം ബാബു ഓടനാവട്ടം നമുക്ക് വേണ്ടി ആലപിക്കുന്നു.
வானாதி வானங்களே வாருங்கள் வாருங்கள், வெண்ணங்கி மேகங்களே பாடுங்கள் கீதங்கள், உயிரும் உண்மையும் இயேசுதான், என் உயிரும் உண்மையும் இயேசுதான். வானாதி வானங்களே வாருங்கள் வாருங்கள், பெண்ணங்கி மேகங்களே பாடுங்கள் கீதங்கள், வானாதி வானங்களே வாருங்கள் வாருங்கள், பெண்ணங்கி மேகங்களே பாடுங்கள் கீதங்கள், உயிரும் உண்மையும் இயேசுதான், என் உயிரும் உண்மையும் இயேசுதான், உயிரும் உண்மையும் இயேசுதான், என் உயிரும் உண்மையும் இயேசுதான். உலகம் என்பது மாயையே, அதிமயங்கி போகாது, உலகம் என்பது மாயையே, அதிமயங்கி போகாது, சர்வா சர்வ என்று மயங்கினி அதை விழுந்து போகாது, உலகம் என்பது மாயையே அதிமயங்கி போகாது, சர்வா சர்வ என்று மயங்கினே அது விழுந்து போகாது, அறிவு அது அளவு உறவோ அது திருவு, அறிவு அது அளவு உறவோ திருவு, உயிரும் உண்மையும் இயேசுதான், என் உயிரும் உண்மையும் இயேசுதான், உயிரும் உண்மையும் இயேசுதான், என் உயிரும் உண்மையும் இயேசுதான். வானாதி வானங்களே வாருங்கள் வாருங்கள், பெண்ணங்கி மேகங்களே பாடுங்கள் கீதங்கள், உயிரும் உண்மையும் இயேசுதான், என் உயிரும் உண்மையும் இயேசுதான். பயணமே அது நினைத்து வாழ்ந்திடு நீ, வாழ்க்கை என்பது பயணமே அது நினைத்து வாழ்ந்திடு நீ, கல்வி கல்வி என்று கலங்கினே அதில் அழித்து போகாது, வாழ்க்கை என்பது பயணமே அது நினைத்து வாழ்ந்திடு நீ, கல்வி கல்வி என்று கலங்கினே அதில் அழித்து போகாது, அழகு அது கனவு சுகமோ ஒரு குரலை, அழகு அது கனவு சுகமோ ஒரு குரலை, உயிரும் உண்மையும் இயேசுதான், என் உயிரும் உண்மையும் இயேசுதான், உயிரும் உண்மையும் இயேசுதான், என் உயிரும் உண்மையும் இயேசுதான். வானாதி வானங்களே வாருங்கள் வாருங்கள், பெண்ணங்கி மேகங்களே பாடுங்கள் கீதங்கள், வானாதி வானங்களே வாருங்கள் வாருங்கள்,
வணங்கி மேகங்களே பாடுங்கள் கீதங்கள். உயிரும் உண்மையோ இயேசுதான், என் உயிரும் உண்மையோ இயேசுதான். உயிரும் உண்மையோ இயேசுதான், என் உயிரும் உண்மையோ இயேசுதான். നമ്മുടെ കണ്ണിന് മുമ്പിൽ പലപ്പോഴും പല അത്ഭുതങ്ങളും നമ്മൾ കാണാറുണ്ട്. ഒരിക്കൽ മദ്രാസിലുള്ളവർ ഒരു അത്ഭുതം കണ്ടു. നല്ല ഉണക്കുള്ളതായ ഒരു സമയം. ആ സമയത്ത് അടുത്തുള്ള ഒരു തെങ്ങ് അത് ഉണങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഉച്ച സമയത്ത് ആ തെങ്ങിന്റെ മുകളിൽ തീ പിടിച്ചു. ഇതെങ്ങനെയാ സംഭവിച്ചത് എന്നറിയാനായിട്ട് അവർ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരു കാക്ക അത് കൂടുവയ്ക്കാനായിട്ട് പല വള്ളികളും അതുമൊക്കെ കൊണ്ടുവന്ന കൂട്ടത്തിൽ കരിഞ്ഞു കിടന്ന ഒരു കയറിന്റെ കഷ്ണവും അത് പൊക്കിക്കൊണ്ടുവന്നു. ആ കയറിന്റെ ഒരറ്റത്ത് തീയുണ്ടായിരുന്നു. അത് ആ കാക്ക അറിഞ്ഞില്ല. അത് തനിക്ക് മനോഹരമായ കൂട് നിർമ്മിക്കുവാൻ ആ വള്ളിയും കൊണ്ടുവന്ന് ആ കൂട്ടിൽ കൊണ്ടുവച്ചു. അല്പസമയത്തിനുള്ളിൽ ആ കൂടിന് തീ പിടിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ അറിയാതെ പോകുന്ന ഒരു വസ്തുതയുണ്ട്. ഇന്ന് ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങളിൽ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് പാപത്തിന്റെ വിശാലമായ വഴിയിലൂടെ, വീതിയിലൂടെ ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് പിന്നാലെ ഒരു തീ വരുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു. ഇന്നൊരു പക്ഷെങ്കിൽ അതിനെ ഗണ്യമാക്കാതെ പാപത്തെക്കുറിച്ച് ചിന്തയില്ലാതെ പോകുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിതരോട് ഇങ്ങനെ പറയട്ടെ, ഈ പാപത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ മുൻപോട്ട് പോകുന്നെങ്കിൽ ചെന്ന് പതിക്കുന്നത് നിത്യമായ നരകത്തിലേക്കാണ്. മാത്രമല്ല, നിങ്ങൾക്ക് പിന്നാലെ ഒരു ന്യായവിധിയുടെ തീ വന്നുകൊണ്ടിരിക്കുകയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് സകല മനുഷ്യരും താളടിയാകും, രക്ഷിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. ഇന്നത്തെ ശക്തമായ കരങ്ങൾ ബലഹീനമായി പോകും. ഇന്നത്തെ സ്നേഹിതർ ഇല്ലാതെ പോകും. അന്ന് ആരും രക്ഷിക്കാനുണ്ടാകുകയില്ല. അതുകൊണ്ട് ആ ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്ന് രക്ഷാ ദിവസമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നാൽ വരുവാൻ പോകുന്ന നിത്യമായ ന്യായവിധിയിൽ നിന്ന്, വരുവാൻ പോകുന്ന നിത്യ ചൂളയിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. നാം ആയിരിക്കുന്ന മനോഹരമായ ഭൂമി ഇതും കത്തിയഴിയുന്നതാണ്. അതിനുവേണ്ടി തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരുവാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു എന്നുള്ള ആശയം വരുന്ന ഒരു ഗാനം ബിനോയ് പാമ്പാടി നമുക്ക് വേണ്ടി ആലപിക്കുന്നു. നമുക്ക് ആ ഗാനം ശ്രദ്ധിക്കാം. ഹലോ ഹലോ ഹലോ